പ്രശസ്ത ശാസ്ത്രജ്ഞനായ നിക്കോള ടെസ്ലയാണ് ടെസ്ല കോയിലിന്റെ ഉപജ്ഞാതാവ്. ഇതിന്റെ നിർമ്മാണം വളരെ ലളിതമാണ്. മിനി ടെസ്ല കോയിൽ എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. ആവശ്യമായ വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 9 വോൾട്ട് ബാറ്ററി, അതിന്റെ ക്ലിപ്പ്, 2N2222A ട്രാൻസിസ്റ്റർ, 10K ഓമിന്റെ 2 റെസിസ്റ്റർ, PVC പൈപ്പ്, സ്വിച്ച്, 28 ഗേജ് ഇൻസുലേറ്റഡ് കോപ്പർ വയർ, അത് സെറ്റ് ചെയ്യാൻ ആവശ്യമായ ഒരു ബോർഡ്. 1 ഇഞ്ച് വ്യാസവും 9 സെന്റിമീറ്റർ നീളവുമുള്ള ഒരു PVC പൈപ്പ് എടുക്കുക. സെക്കൻഡറി കോയിലായി ഉപയോഗിക്കാൻ പോകുന്ന കോപ്പർ വയർ PVC പൈപ്പിൽ ചുറ്റിയെടുക്കുക. കോപ്പർ വയർ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി PVC പൈപ്പിന്റെ ഒരഗ്രത്ത് ഒരു തുളയിടുക. ശേഷം കോപ്പർ വയറിന്റെ ഒരഗ്രം ഈ തുളയിലൂടെ കടത്തുക. എന്നിട്ട് സാവധാനം ചുറ്റിയെടുക്കുക. ഇതുപോലെ ഈ അഗ്രഭാഗവും PVC പൈപ്പിന്റെ അടുത്ത തുളയിലേക്ക് ഇട്ടുകൊടുക്കുക. അതോടൊപ്പം അഴിഞ്ഞു പോകാതിരിക്കാൻ ഒന്ന് ടേപ്പ് ചെയ്യുക. PVC പൈപ്പ് കാർഡ്ബോർഡിൽ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഇതുപോലെ ഉറപ്പിച്ചു കൊടുക്കുക. ട്രാൻസിസ്റ്റർ സ്ഥാപിക്കാം. 2N2222 എന്ന പ്രിന്റ് ചെയ്ത ഭാഗം മുകളിലേക്ക് വരുന്ന വിധം ഗ്ലൂ ഉപയോഗിച്ച് ബോർഡിൽ ഒട്ടിക്കുക. എടുത്ത് കോപ്പർ കോയിലിന് മുകളിലൂടെ 3 തവണ ചുറ്റുക. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കോപ്പർ കോയിൽ ചുറ്റിയിരിക്കുന്ന അതേ ദിശയിലേക്ക് വേണം ഈ വയറും ചുറ്റാൻ. ഒരു ഉറപ്പിന് വേണ്ടി ഒരു ടേപ്പ് എടുത്ത് ഇതുപോലെ ഈ വയറിന് മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക. ട്രാൻസിസ്റ്ററിലെ ഇടത് ലെഗ് എമിറ്ററും നടുവിലെ ലെഗ് ബേസും വലത്തുവശത്തെ ലെഗ് കളക്ടറുമാണ്. ഇനി 10K ഓമിന്റെ 2 റെസിസ്റ്റർ പരസ്പരം കണക്ട് ചെയ്യുക. അത് ഇത് ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഇനി റെസിസ്റ്ററിന്റെ ഒരഗ്രം ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് കണക്ട് ചെയ്യാം. സെക്കൻഡറി കോയിലിന്റെ താഴെയുള്ള അഗ്രം ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് കണക്ട് ചെയ്യാം. ഇതിനായി സെക്കൻഡറി കോയിലിന്റെ താഴെയുള്ള അഗ്രത്തെ ഇൻസുലേഷൻ ഒന്ന് ചുരുണ്ടി കളയും.
പ്രൈമറി കോയിലിന്റെ താഴെയുള്ള അത്തരം ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിലേക്ക് കണക്ട് ചെയ്യാം. ഇനി പ്രൈമറി കോയിലിന്റെ മുകളിലത്തെ അഗ്രം റെസിസ്റ്ററിന്റെ ഈ എൻഡിലേക്ക് കണക്ട് ചെയ്യുക. അടുത്തതായി ഓൺ ഓഫ് സ്വിച്ച് ബോർഡിൽ ഘടിപ്പിക്കാം. അടുത്തതായി 9 വോൾട്ട് ബാറ്ററി സ്ഥാപിക്കാം. ഇത് ഒരു ഡബിൾ സൈഡ് ടാപ്പോ ഗ്ലൂ ഗണ്ണോ ഉപയോഗിച്ച് ഒട്ടിക്കാം. ബാറ്ററിയുടെ നെഗറ്റീവ് എൻഡ് ട്രാൻസിസ്റ്ററിന്റെ എമിറ്ററിലേക്ക് കണക്ട് ചെയ്യുക. ഇനി ബാറ്ററിയുടെ പോസിറ്റീവ് എൻഡ് സ്വിച്ചിന്റെ ഒരു ലെഗിലേക്ക് കണക്ട് ചെയ്യുക. സ്വിച്ചിൽ നിന്നുള്ള കണക്ഷൻ റെസിസ്റ്ററിന്റെ ഈ എൻഡിലേക്ക് കണക്ട് ചെയ്യുക. അവസാനമായി ഒരു ചെറുഗോളത്തിൽ അലുമിനിയം ഫോയിൽ ചുരുട്ടിയെടുക്കുക. ചുറ്റിയ ഗോളം PVC പൈപ്പിൽ പൊട്ടിച്ചു കൊടുക്കാം. അതിനു മുൻപായി സെക്കൻഡറി കോയിലിന്റെ ഈ അഗ്രഭാഗത്തെ ഇൻസുലേഷൻ കളയണം. ഇപ്പോൾ നമ്മുടെ മിനി ടെസ്ല കോയിലിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. നമുക്ക് ഇതൊന്ന് പരീക്ഷിക്കാം. ഇപ്പോൾ നമ്മുടെ CFL ബൾബ് ജ്വലിക്കുന്നതായി നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.